എന്തായത്? ഇന്ന് കുഞ്ഞുണ്ണിയുടെ പിറന്നാളാ, അത് മറന്നോ? രാധിക പറഞ്ഞു നിങ്ങളൊക്കെ ഇംഗ്ലീഷ് മാസവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കിയിട്ടാ പിറന്നാൾ ആഘോഷിക്കുന്നതെന്ന്. അല്ല, മലയാള മാസവും നാളും ഒക്കെ മറന്നു. അല്ല, അതിപ്പോ അമേരിക്കയില് കുഞ്ഞുണ്ണിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കൂട്ടുകാരെയും കൂട്ടി ഈ അലങ്കാരവും ആഘോഷമൊക്കെ ഒരുക്കിയത് ഇവളാ, രാധിക. അച്ഛമ്മയ്ക്കിപ്പോ കുട്ടിയുടെ ഇഷ്ടം ഒന്നും അറിയില്ല. ദാ നീ പോയപ്പോ തൊട്ട് ഓരോ പിറന്നാളിനും സമ്മാനം വാങ്ങാൻ വേണ്ടി കൂട്ടി വെച്ച പണ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളൂ. എല്ലാരും വന്നോളൂ. 5 കൂട്ടം പ്രഥമനോടെ ഒന്നാന്തര ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. വന്നോളൂ എല്ലാരും. നല്ല മനസ്സോടെ തന്നതാണ്, കൊണ്ടുപോയി അയച്ചോളൂ അമ്മയ്ക്ക്. മോഷ്ടിച്ച മുതൽ വിറ്റ പണം കൊണ്ട് അമ്മയെ ശുശ്രൂഷിച്ച ഒരുപക്ഷെ രക്ഷപ്പെട്ടു എന്ന് വരില്ല. ഓടാൻ ശ്രമിക്കും. ആരാ എവിടുന്ന് വരുന്നു? പന്നി. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പന്നി വിളിക്കുന്നോടാ പന്നി. അയ്യോ, വിൽക്കാനാണ്. ഞങ്ങൾ നമ്പീശനെ തേടി വന്ന. എന്താ കാര്യം? കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? പുള്ളിക്കാരൻ ഞങ്ങളുടെ ഒരു വീട് വിൽക്കുന്ന കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. നീ എന്തിനാണ് അവരെ പന്നിന്ന് വിളിച്ചത്? പന്നിയും കരയെന്ന് വരികയെന്ന് പറയാൻ തുടങ്ങിയതാ. പന്നിയില് കൊടക്കി. ലോകത്ത് കോടാനകോടി സ്ഥലങ്ങളുണ്ട്. നുണ പറയാൻ നിനക്ക് ഈ ഒരു പേര് മാത്രമേ കിട്ടുള്ളൂ. ഇതാണടാ വിക്കും വിവരക്കേടോ ഒന്നിച്ചു വന്നുള്ള കുഴപ്പം. കഴുത. നീ പോടാച്ചാ, നിന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കട്ടാ. എന്നെ ചീത്ത പറയാൻ നിനക്ക് ഒരു വിക്കൂല്ല അല്ലേ? ആ കൊടയിങ്ങിട്ടാ. എന്തിന്? ഇനിയും തെറി വിളിച്ചാ കണ്ണി വെച്ച് കുത്തി തരും. എലീനയുടെ ഐഡിയ കൊള്ളാം. അതെന്താ? ആ കാലമാടം പല്ല് പറിച്ച ശേഷം ഇങ്ങനെ ഒരു സൈഡിൽ കൂടി വിസിൽ വെക്കൊണ്ടിരിക്കും. തോമാച്ചന്റെ ലോക്കറിൽ നിന്ന് പണം എടുത്തിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങാം. ഏത് ബാങ്കിലെ അയാളുടെ ലോക്കർ? ATC ബാങ്കിലെ നമ്പർ 32. സാവിത്രിയുടെ പേരിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ താക്കോല് തോമാച്ചന്റെ അല്ല. പണമില്ലല്ലോ, സാരമില്ല, നമുക്ക് ഒളിച്ചോടാം. മാലയുടെ കാര്യം എന്തായി? ഓ സോറി, ഞാനത് മറന്നു. How sweet of you, Nambiyata. I love you. Nambiyata, I love you. ഇനി മുതൽ ചേട്ടൻ എന്റെയാ. ഞാൻ ചേട്ടനെ ആർക്കും വിട്ടുകൊടുക്കില്ല. We are going to enjoy this evening. Wise decision. रात दिन सुबह शाम come on. ചേട്ടൻ ഇതൊക്കെ അഴിച്ചു വെച്ച് മെरे दिल ने किए तुझे लाखों सलाम. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ നമ്പ്യേട്ടന്റെ ഭാര്യ ഡൈവോഴ്സ് ചെയ്യണ്ടേ? അല്ലാതെ എങ്ങനെ എന്നെ കെട്ടുന്നേ? അവളോട് പണി നോക്കാൻ പറ. അവൾ എന്റെ ഭാര്യയല്ല, സൂർപ്പണക. എലീനയാണ് എനിക്കിനി എല്ലാം. നിന്റെ മുമ്പിൽ എന്റെ ഭാര്യ വെറും ചൊറി തവളയാണ്. നമ്മൾ രണ്ടും മാത്രമുള്ള സ്വർഗത്തിലേക്ക് അവള് കടന്നു വന്നാലേ അവളുടെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും. വൃത്തികെട്ട ശവം, മൂത് കിഴവി. വണ്ടാരം അടങ്ങാൻ ബെനി ഉടക്കി. എലീന, ഇതൊന്നൊന്ന് ഊരി തന്നെ. സാരിയൊക്കെ എടുത്ത് കിടിലെ കേസായിട്ട് വന്നിരിക്കണല്ലേ. ഞാൻ നീ എന്താ അവിടെ കാണിച്ചത്? വീട്ടിലേക്ക് വിളിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു, പേടിക്കാനൊന്നുമില്ല, അമ്മയ്ക്ക് സുഖാണെന്നാ പറഞ്ഞു. അതുകൊണ്ട്
ഈ പാവ അമ്മ കുഞ്ഞുണ്ണിക്കായി കൂട്ടിവെച്ച പണമല്ലേ അങ്ങോട്ട് അയച്ചത്. അവരോടൊന്ന് നന്ദി പോലും പറയാൻ നിവൃത്തിയില്ലല്ലോ. എടാ അത് അവരറിഞ്ഞുകൊണ്ട് തന്നല്ലേ. നമുക്ക് തന്നതല്ലോ. എടാ ഏത് നിമിഷവും നമ്മുടെ ജീവിതം പട്ടിയോ പൂച്ചയോ കടിച്ചോണ്ട് പോകുന്ന നിലയിലാണ്. തോമസിനെ പിടിച്ചാൽ പോലീസ് നമ്മളെ തപ്പും. അതിനു മുമ്പ് രാജ്യം വിടണം. നമ്പീശനെയും പെണ്ണിനെ 5 ദിവസമായിട്ട് കാണാനില്ല. വിസയ്ക്ക് കാശടക്കാൻ ഇനി 4 ദിവസം കൂടെ ബാക്കിയുള്ളൂ. മനുഷ്യൻ ഒരുമാതിരി കാലിന്റെ അടി തീവായിട്ട് നിൽക്കുമ്പോഴാ പണ്ടാരടങ്ങാൻ അവന്റെ ഒടുക്കത്തൊരു സെന്റിമെന്റ്സ്. നീ ഒരു കാര്യം ചെയ്, നീ പോയി കിടന്ന് ഉറങ്ങും. ചെല്ല്. ടാക്സി. പിടിയടാ. എന്നെ അല്ലടാ കുരങ്ങ, അവളെ പിടിയടാ. താൻ എന്താടോ പൊതുവാളായി പറയുന്നത്? അതേന്ന് അതുകൊണ്ടല്ലേ രാമവർമ്മ സാർ ഉടനെ അമേരിക്കയിൽ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്. പക്ഷേ ഈ കേട്ടതൊന്നും എനിക്ക് സഹിക്കാനാവണില്ല. അതെ, അതാണ് വിധി എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, കുഞ്ഞുണ്ണി 6 മാസം കഴിഞ്ഞേ വരുമെന്ന് ടെലഗ്രാം അയച്ചത് ഞാനാ. കാര്യങ്ങൾ അറിയിക്കാൻ രേവതി ഇങ്ങോട്ട് അയച്ചതുവാ. ഇവിടെ രേവതിയും ഇല്ല, പുരുരുട്ടാതിയും ഇല്ല. 2 കള്ളപ്പന്നികൾ തമ്പ്രാന്റെ മുമ്പിൽ കിടന്ന് കുഞ്ഞുണ്ണി ചരിതം ആട്ടക്കഥ ആടിക്കൊണ്ടിരിക്കുക. അവന്മാർ അവിടുന്ന് എല്ലാം അടിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് ഈ കള്ളക്കളി ഒന്ന് അവസാനിപ്പിക്കണം. എന്നാ ഇനി താമസിക്കണ്ട, താൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്തോളൂ. എത്ര നേരമായി ഒരു ടാക്സി ഇതുവരെ കിട്ടിയില്ലേ? എയറോപ്ലെയിൻ ഓടിക്കുന്നതിനേക്കാളും വലിയ പോസായി ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർക്ക്. CBI ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയല്ലേ ചോദിക്കണേ, എവിടേക്കാ പോണേ, എന്തിനാ പോണേ? ഞാൻ ഇവിടെ നിലയില്ലാത്ത വെള്ളത്തിൽ നീന്തി തുടിക്കാൻ. ഒരു ടാക്സി. ടാക്സി, ടാക്സി. അയ്യോ, ഇതും പോയി.